പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു സ്ത്രീയെ അപമാനിച്ചതിൻ്റെ പേരിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യവസായിയെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സർക്കാരും പോലീസും കൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ നടപടി അനിവാര്യമാണ്, അത് നടക്കേണ്ടതുമാണ്. എന്നാൽ ഇതേ സ്പീഡും ഈ ആവേശവും ഇതിനേക്കാൾ അപകടം പിടിച്ചതായ പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടകരം. ഞാൻ പറഞ്ഞു വരുന്നത് PC ജോർജ് ഈ അടുത്ത് നടത്തിയ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ പരാമർശങ്ങൾ അത് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം, മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത്, അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്, എന്നിട്ട് പറയുക വലിയ വിപ്ലവം പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗിച്ച ആ സഹോദരനോട് ഞാൻ വിനയത്തോട് പറയുക, നിങ്ങളൊരു മഠയനാകരുത്. മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ, ലീഗിന്റെ ആളങ്ങനെ ഉളത്തരം പറഞ്ഞ് നോക്കുകയല്ലോ. മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് എന്റെ അഭിപ്രായം. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി എന്തിനാ അവർ വാദിച്ചത്? ഞാനൊരു സത്യം പറയാം. പാലണി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, വളരെ മാന്യനാണ്. പക്ഷേ അങ്ങേര് പറഞ്ഞ കാര്യം എങ്ങനെ നിഷേധിക്കും? ഞാൻ പാലണി കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും മുസ്ലിം കയ്യേറിയത്. നിയമനങ്ങൾ മുഴുവൻ മുസ്ലിമിന് കൊടുത്തത് എങ്ങനെയാണ്? ആ പാലോളി നിങ്ങൾ കുറ്റപ്പെടുത്തരുത് മുസ്ലിങ്ങള്. പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 96-ലുണ്ടായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാലോളി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളിലും സെക്രട്ടേറിയറ്റ് ഇവിടെ മുസ്ലിം കയ്യേറി. ഇവിടെ ഈരാറ്റ് ഇവിടെ വില്ലേജ് ചെന്നു, 3 മുസ്ലിങ്ങളാ. ഇവിടെ ക്രിസ്ത്യാനി വേണ്ട, ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ വിശ്വകർമ്മചര്യം ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗം വേണ്ടേ? എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നത്, എനിക്കൊരു മടിയില്ലെന്ന് പറയാം. ഞാൻ ഈരാറ്റുപേട്ടൻ, മനസ്സിലായില്ലേ? ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ ഏതാ? 40,000 പോപ്പുലേഷൻ ഉള്ളതിൽ 38,600 മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടയിൽ ഇരുന്നു കൊണ്ടാണ് PCR പറയുന്നത്, നിങ്ങളെപ്പുറം വർഗീയവാദികൾ, മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെ ഉണ്ട്? മനസ്സാക്ഷിയുണ്ട് നിങ്ങൾക്ക്? മറ്റു മതസ്ഥരോട് സൗമനസ്യമുണ്ടോ? ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈമനസ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. ഞങ്ങൾ ആരെങ്കിലും മുസ്ലിമിനെ കൊല്ലണമെന്ന് പറയുന്നുണ്ടോ? എന്തുകൊണ്ട്? ഞങ്ങളൊക്കെ പഠിച്ചത് ഇടകരണം തടിച്ച വലതുകരണം കാണിച്ചു കൊടുക്കുന്ന പഠിച്ച യേശുവിന്റെ അഭിപ്രായക്കാരനാണ് ഞങ്ങൾ. അല്ലെങ്കിൽ നമ്മുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള എന്നതാ? അല്ലെങ്കിൽ നമ്മുടെ NSS നമ്മുടെ മന്നത്തപ്പ പറഞ്ഞിട്ടുള്ള എന്നതാ? ഇതിനൊക്കെ വിരുദ്ധമായിട്ട് മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത്? തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത്. അതിനകത്തിലെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഏറ്റവും വലിയ വർഗീയവാദ മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇവിടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോൾ നമ്പ്യാരെ, ക്രിക്കറ്റ് കിടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റുകൾ കിടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലിരിക്കുന്ന മുസ്ലിമാ ചാലിൽ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോൾ ഇത് കൈയടിക്കുക. തറാൻ പറഞ്ഞവന്മാര് അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോൾ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടുകൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത്, അല്ല കൊളിച്ചു കച്ചവടമൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ. സത്യം പറയും. എന്നെ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ. അതുകൊണ്ട് പറയുക, നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങളിവിടെ ജീവിക്കട്ടെ, അതാ എനിക്ക് പറയാറുള്ളത്. അപ്പോൾ ഇത്രമാത്രം ഭീകരമുള്ള വർഗീയ വിഷം ചീറ്റിയിട്ട് മുസ്ലിമീങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും നിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുന്ന ഈ മനുഷ്യനെതിരെ എന്തുകൊണ്ടാണ് സർക്കാർ നടപടിയെടുക്കാത്തത്? പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നതാണ് നമ്മുടെ സംശയം. എന്നാൽ കേസ് കൊടുക്കാത്തതിൻ്റെ പേരിലല്ല ഇവർ നടപടിയെടുക്കാത്തത്. കേസ് മുസ്ലിം യൂത്ത് ലീഗ് കൊടുത്തിട്ടുണ്ട്.
ആ വാർത്ത നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെതിരെ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട പോലീസിൽ പരാതി നൽകി. ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ലെന്ന് യൂത്ത് ലീഗ് നേതൃത്വം പ്രതികരിച്ചു. മുസ്ലിം വിഭാഗക്കാർ തീവ്രവാദികളാണെന്നായിരുന്നു PC ജോർജിന്റെ പരാമർശം. ഒരു രാജ്യത്തെ ഒരു സമുദായത്തെ മുഴുവൻ ഇത്ര രൂക്ഷമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ടും പോലീസിന്റെ മുന്നിൽ ഇത്രയും സ്പഷ്ടമായ തെളിവുകൾ ഉണ്ടായിട്ടും ആ വീഡിയോ ഈ രാജ്യത്തെ മുഴുവൻ ചാനലുകളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിച്ചിട്ടും ഇത് പ്രചരിപ്പിച്ച ജനം TVക്കെതിരെയോ അത് പറഞ്ഞ PC ജോർജിനെതിരെയോ നടപടിയെടുക്കാത്തത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇത് രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാനും ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുമുള്ള കാരണങ്ങളാവുകയാണ്. അതുകൊണ്ട് തന്നെ PC ജോർജിനെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി ജോസി ബാബു ചേർന്നു. ജോസി, എപ്പോഴായിരുന്നു PC ജോർജിന്റെ ഒരു പരാമർശം? എവിടെ വെച്ചായിരുന്നു? എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ നടപടിയെടുക്കാത്തത്? കഴിഞ്ഞ 6-ാം തീയതി നടന്ന ചാനൽ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഗൗരവ തരത്തിലുള്ള വർഗീയ പരാമർശവുമായി PC ജോർജ് രംഗത്ത് വന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ്, എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് എന്ന തരത്തിലുള്ള ഓരോ തരത്തിലുള്ള വിദ്വേഷ പ്രചരണമാണ് PC ജോർജ് ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ഇതേ തുടർന്നായിരുന്നു ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി ഈരാറ്റുപേട്ട പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകി 2 ദിവസമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതെ, പെരിന്തൽമണ്ണയിൽ നിന്നും STPയും സമാനമായ രീതിയിൽ ഒരു പരാതി പെരിന്തൽമണ്ണയിൽ DYSPക്ക് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ 2 പരാതികളിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ വിഷയത്തിൽ എടുത്തു പറയേണ്ടത് കാര്യം. അതുകൊണ്ട് തന്നെ യൂത്ത് ലീഗ് ഓരോ തരത്തിൽ ഈ വിഷയത്തിൽ പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും KT ജലീലും STPയും PDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്ന് ഒരുമിച്ചാണ് പ്രവർത്തനം നടത്തിയത്, BJPയെ തോൽപ്പിക്കാനായി ശ്രമം നടത്തിയെന്നു അടക്കമുള്ള കാര്യങ്ങളും താൻ ഈരാറ്റുപേട്ടയിൽ താമസിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഈരാറ്റുപേട്ട മുസ്ലിം തീവ്രവാദ പ്രദേശമാണെന്ന തരത്തിലുള്ള പരാമർശവും PC ജോർജ് ചാനൽ ചർച്ചയിൽ ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഈ വീഡിയോ ഉൾപ്പെടുത്തിയായിരുന്നു യൂത്ത് ലീഗ് പരാതി നൽകിയത്. ആതിര, ശരി, വർഗീയ പരാമർശത്തിൽ PC ജോർജിനെതിരെ യൂത്ത് ലീഗ് പരാതി നൽകുന്നു. വിവരങ്ങൾ നൽകി. അപ്പോൾ കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ സർക്കാരിനെതിരെ വരുന്ന ചില ആരോപണങ്ങൾ അതെല്ലാം വഴിതിരിച്ചു വിടാൻ ഏറ്റവും ഉപകരിക്കുന്നത് നടിയുമായി ബന്ധപ്പെട്ട കേസാണ്. അതിനാണല്ലോ ജനശ്രദ്ധ കൂടുതൽ കിട്ടുക. എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്തത് കൊണ്ടും ചർച്ചയാക്കാത്തത് കൊണ്ടാണ് PC ജോർജിനെതിരെയുള്ള കേസ് നടപടിയെടുക്കാത്തത് എന്ന് നമ്മൾ സംശയിക്കുകയാണ്. എന്നാൽ ഇത് PC ജോർജ് മാത്രമല്ല, ഇടയിൽ ഒരുപാട് ജേർണലിസ്റ്റ്, മാധ്യമ പ്രവർത്തകൻ ചമയുന്ന ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്നുണ്ട്. അതാരും കേസെടുക്കുന്നുമില്ല, അതാരും വിഷയമാക്കുന്നുമില്ല. സമാനമായ പരാമർശം നടത്തിയ മറ്റൊരു വ്യക്തിയെ കണ്ടു നോക്കൂ. ഇവനെ വിശ്വസിക്കരുത്, ഇവൻ പക്ക തീവ്രവാദിയാ. തീവ്രവാദി എന്ന് വെച്ചാൽ പക്ക മത തീവ്രവാദിയാണ് സാദിഖ് അലി തങ്ങൾ. വീണ്ടും ആവർത്തിക്കുന്നു, മുസ്ലിം ലീഗിന്റെ ആധ്യാത്മിക പൊളിറ്റിക്കൽ ലീഡർ സാദിഖ് അലി തങ്ങൾ പക്ക മത തീവ്രവാദിയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളോടും പറയാനുള്ളത്, ഇവർക്കൊക്കെ എതിരെ കേസെടുക്കുന്നത് വരെ നാം ഈ വാർത്തകളും പ്രതിഷേധങ്ങളും അധികാരികളുടെ മുമ്പിൽ എത്തുന്നത് വരെ നമ്മൾ പ്രചരിപ്പിക്കണം. അതിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ നേരിടണമെന്നും ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ ഉണർത്തുകയാണ്. സർവശക്തൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.